friends, assalamu alaikum. Welcome to my channel babyskitchen. അൽഫാം, മന്തി, ബ്രോസ്റ്റഡ് ചിക്കൻ ഇവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്ന ഗാർലിക് സോസ്, അതായത് നമ്മുടെ സ്വന്തം തൂമ്. ഇതെങ്ങനെ വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് 3 മുട്ട എടുത്ത് പൊട്ടിച്ചു വെക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ വേറെയൊന്നും ആക്കുന്നില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 അല്ലി വെളുത്തുള്ളി മതിയാകും. അടുത്തത് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസാണ് വേണ്ടത്. അങ്ങനെ ഇത് 3ഉമാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. നന്നായിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചു കൊടുത്താലും മതി. ആദ്യം ജാറിലേക്ക് മുട്ട പൊട്ടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും നാരങ്ങയുടെ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് വേണ്ട ഓയിൽ ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ആയാലും മതി, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. മിക്സി ഓൺ ചെയ്ത് നല്ല ഹൈ സ്പീഡിൽ ഇതെല്ലാം 2-3 തവണ നിർത്തി അടിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ പരുവത്തിലായിരിക്കും കാണുക. വീണ്ടും ഇതേപോലെ തന്നെ ഹൈ സ്പീഡിൽ ഇട്ട് നിർത്തി അടിച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ 3-4 തവണയായി നിർത്തി അടിച്ചെടുക്കുക. വീണ്ടും തിക്നെസ് കൂടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ച് ഇതേപോലെ തന്നെ നിർത്തി അടിച്ചെടുക്കുക. ഇങ്ങനെ ഞാൻ ഒരു 4 പ്രാവശ്യം കൂടെ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ വേണം അടിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.